മലയാറ്റൂരിൽ 19 വയസ്സുകാരിയുടെ മൃതദേഹം ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയത്. തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലും CCTV ദൃശ്യങ്ങളുടെ പരിശോധനയിലും എല്ലാം കണ്ടെത്തിയിരിക്കുന്നത് ആൺ സുഹൃത്ത് ഇവരെ വാക്ക് തർക്കത്തിനിടയിൽ കൊലപ്പെടുത്തിയെന്നാണ്. ഇരുവരും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നുമാണ് പറയപ്പെടുന്നത്. എന്തായാലും രണ്ടുപേരും നന്നായി മദ്യപിച്ചിരുന്നു എന്നാണ് പോലീസിൻ്റെ ഭാഷ്യം. കഴിഞ്ഞ 5 വർഷത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇത്തരം കൊലപാതകങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായാണ് കാണുന്നത്. പ്രേമം നിരസിക്കുക, നോ പറഞ്ഞാൽ അപ്പോൾ തന്നെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ഇണയെ കൊല്ലുക, അല്ലെങ്കിൽ വിവാഹ ബന്ധത്തിന് തടസ്സമാണെന്ന് കണ്ടാൽ അവരെ വകവരുത്തുക, തൻ്റെ ഇംഗിതത്തിന് വഴങ്ങാത്ത ആളുകളെ കൊലവിളിക്കുന്ന ഒരു യുവതലമുറയുടെ പീഡിപ്പിക്കുന്ന ഭയാനകമായ വാർത്തകളാണ് കഴിഞ്ഞ 5 വർഷത്തിനിടെ നിരവധിയായി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 10-ലധികം ഇത്തരത്തിലുള്ള വാർത്തകൾ കേരളം കേട്ടു. പ്രണയം വേണ്ട എന്ന് കമിതാക്കളിൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ മറ്റേയാളെ വകവരുത്തുന്ന രീതിയിലേക്ക് നമ്മുടെ യുവതലമുറ മാറുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ യുവജനങ്ങൾ ചിന്തിക്കാൻ കാരണം? വർത്തമാനത്തിൻ്റെ ഈ എപ്പിസോഡ് പരിശോധിക്കുന്നത് ഇക്കാര്യമാണ്. കേരളത്തിലെ ഇപ്പം താങ്കൾ പറഞ്ഞത് ഏകദേശം കേരളത്തിൻ്റെ ഒരു ചിത്രം അതിനകത്തുണ്ട്. ഒരു ആൺകുട്ടി ഇപ്പോഴത്തെ കേരളത്തിൽ വളർത്തപ്പെടുന്നത് അവൻ്റെ എല്ലാ താല്പര്യങ്ങളും എല്ലാ ഇംഗിതങ്ങളും സാധിച്ചു കൊടുത്ത് ആ കാരണന്മാർ അവനെ വളർത്തിയെടുക്കുന്നു. എന്ത് ചോദിച്ചാലും കൊടുക്കുന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് 1.5 ലക്ഷം രൂപയുടെ ബൈക്ക് അയാൾ വാങ്ങിച്ചു കൊടുത്തു, പിന്നെ നിർബന്ധം കൊണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു 10 ലക്ഷം രൂപയുടെ ഒരു വണ്ടി വേണം. ഇയാൾക്ക് അതിനുള്ള ശേഷിയില്ലേ കാരണന്മാർ? ആ കാരണവരെ ഇയാൾ ചുറ്റിയേക്ക് അടിച്ചു കൊന്നു ഈ മകൻ. കാരണം അങ്ങനെ എന്തും എൻ്റെ താല്പര്യമാണ് ലോകത്തെ ഏറ്റവും വലിയ താല്പര്യമെന്ന് കണക്കാക്കി പോകുന്ന ഒരു തലമുറയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് അവർ സംഗതി അവൻ ആഗ്രഹിക്കുന്നത് ലഭിക്കാതെ വന്നാൽ ഉടനെ അതിന് ആരാണോ തടസ്സമായിട്ട് നിൽക്കുന്നത് അവരെ കൊല്ലുക. ഒരു പെൺകുട്ടി, ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ അവളെ ഉപയോഗിക്കുന്നത് എനിക്ക് എൻ്റെ ഒരു അവകാശമാണ് എന്ന് ധരിച്ചു പോയ ഒരു വ്യക്തിയാണത്. അയാളുടെ ഇംഗിതത്തിന് അവൾ വഴങ്ങിയില്ല കണ്ട അപ്പോൾ കൊല്ലുക, പെട്രോൾ ഒഴിച്ച് കത്തിക്കുക, ആസിഡ് ഒഴിക്കുക ഇത്യാദി ഒരു സ്വാർത്ഥതയുടെ അവതാരങ്ങളായിട്ട് കുട്ടികളെ വളർത്തിയെടുക്കുകയാണ്. പഴയ കാലത്ത് അങ്ങനെയല്ലായിരുന്നു. അവർ സമൂഹത്തിൽ ജീവിക്കുകയാണ്. ഇന്ന് സമൂഹത്തിൽ ജീവിക്കുന്നില്ല കുട്ടികൾ പരമാവധി ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ്. അവരുടെ താല്പര്യങ്ങൾക്കൊക്കെ കാരണന്മാർ ഇത് കൊടുക്കുന്നുണ്ടെങ്കിലും അവരെ എങ്ങനെയാണ് നമ്മളൊരു സമൂഹത്തിൽ പെരുമാറേണ്ടതെന്ന് പഠിപ്പിക്കുന്നില്ല. എന്തെല്ലാം സംവിധാനമാണ്! ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യരെ നന്നാക്കാനുള്ള സംവിധാനമുള്ള സ്ഥലമാണ് കേരളം. മതങ്ങൾ ഒരിടത്ത് കിടന്ന് മനുഷ്യരെ നന്നാക്കുന്നു, രാഷ്ട്രീയക്കാരൊരിടത്ത് കിടന്ന് മനുഷ്യരെ നന്നാക്കുന്നു, ഉദ്യോഗസ്ഥന്മാരൊരിടത്ത് കിടന്ന് മനുഷ്യരെ നന്നാക്കുന്നു, അധ്യാപകർ കുട്ടികളെ നന്നാക്കുന്നു. ഇങ്ങനെ നന്നാക്കലിൻ്റെ ഒരു ഭയങ്കരമായ ഒരു പ്രക്രിയ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ കുട്ടികളാരും നന്നാകുന്നില്ല. ഈ പെൺകുട്ടി ഇങ്ങനെ യൂറോപ്യൻ സംസ്കാരം അനുസരിച്ച് ഏത് പാതിരയ്ക്ക് എതിരെയും നടക്കാം. നമ്മൾക്ക് സ്വാതന്ത്ര്യമുണ്ട് ഈ രാജ്യത്ത് എതിരെയും നടക്കാൻ. പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ നോക്കേണ്ടതില്ല. പക്ഷേ നടന്നാലുള്ള അപകടത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ആ അപകടം ഒഴിവാക്കാനുള്ള ഒരു നിയമ സംവിധാനമോ ഒരു ഭരണ സംവിധാനമോ ഒന്നും നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ നടപ്പാക്കുന്നില്ല. അവർ പറയുന്നത് നിങ്ങൾ രാത്രി പുറത്തിറങ്ങരുത്. ഇത് എന്തൊരു രാജ്യമാണ്? ഇല്ല, അത് ജോസേട്ട് പറയുന്നതുകൊണ്ട് എനിക്ക് വിയോജിപ്പാണുള്ളത്. ഭരണാധികാരികൾ മാത്രം ഇങ്ങനെ നിങ്ങൾ പുറത്തിറങ്ങരുതെന്ന് പറയുന്ന ഒരു ഭരണാധികാരിയോട് പറഞ്ഞിട്ടില്ല. സ്ത്രീകൾക്ക് പുറത്തിറങ്ങാമെന്ന് തന്നെ പറയുന്നത്. ആ സ്വാതന്ത്ര്യം അവർ ദുർവിനിയോഗം ചെയ്യുന്നു. ഇത് ഇവിടെ സംഭവിച്ചത് ഇപ്പോൾ ദുർമേധസ് ശരീരത്തെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കി കളയേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. അത് എങ്ങനെ ഒഴിവാക്കാം എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇവിടെ ഓരോ കുടുംബത്തിലും മനഃശാസ്ത്ര ചികിത്സ വളരെ അനിവാര്യമാണ്. എന്തുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ കുടുംബജീവിതത്തെപ്പറ്റി, ലൈംഗിക ബന്ധത്തെപ്പറ്റി ഒരു ക്ലാസ്, ഒരു പീരീഡ് എടുക്കുന്നില്ല? ഇത് ഭരണകർത്താക്കൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. കാരണം നമ്മുടെ വളർന്നു വരുന്ന തലമുറ എങ്ങനെ ജീവിക്കണം, നമ്മുടെ കുടുംബജീവിതത്തിൽ അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ടെങ്കിൽ എങ്ങനെ പരിഹരിക്കണം, മതമേധാവി പറയുന്നിടത്ത് മാത്രമാണോ കുടുംബജീവിതത്തിൻ്റെ വിഷയം പരിഹരിക്കൂ, ഇതൊക്കെ നമ്മൾ വിചിന്തനം ചെയ്യുകയും അതോടൊപ്പം തന്നെ പുതിയൊരു സാംസ്കാരിക രേഖയ്ക്ക് അടിവരയിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത് പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും ഒത്തിരി കാമുകന്മാരെ രഹസ്യമായിട്ട് സമ്പാദിച്ചിട്ട് ആ കാമുകന് വെച്ചിട്ട് ഭർത്താവിനെ കൊല്ലുന്ന ചരിത്രമുണ്ട്. കുട്ടികളെ മൃഗീയമായിട്ട് കൊല്ലുന്നു പ്രസവിച്ച അമ്മ.
ഇത് കേരളം കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ കൃത്യമായിട്ടും വളർന്നു വരുന്ന ഓരോ കുട്ടിക്കും, വളരേണ്ട കുട്ടികൾക്കും, ഇനി ജനിക്കേണ്ട കുട്ടികൾക്കും മാതൃകയാകത്തക്ക രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ രീതി നമ്മുടെ ഈ സമൂഹത്തിൽ അനുവർത്തിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് രക്ഷയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പറഞ്ഞതിൽ കുറേ കാര്യമുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടികൾ ഇപ്പം ഇങ്ങനെ കൂടുതൽ ഇതിലേക്ക് ആസക്തിയുള്ളവരായി വരുന്നുണ്ടല്ലോ. അതാണല്ലോ ഇതിൻ്റെ പെട്ടെന്ന് എനിക്കും ജീവിതം ആസ്വദിക്കണം, വളരെ ചെറുപ്പത്തിലേ തന്നെ ആസ്വദിക്കണമെന്നുള്ള ഒരു ത്വര ഉണ്ടാക്കുന്നതിൽ നവമാധ്യമങ്ങൾ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അതിനകത്തെ ചിത്രങ്ങളും അതിനകത്തെ ആർക്കും എന്തും കൊടുക്കാവുന്ന ആ ഒരവസ്ഥയും അതിനൊരു എഡിറ്റിംഗ് ഇല്ല. അപ്പോൾ ഒരു ശരിക്കും സാമൂഹ്യ ദ്രോഹികളായിട്ടുള്ള ആൾക്കാർ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അത് ശരിയാണെന്നൊക്കെ ധരിച്ചു പോവുകയും അങ്ങനെ ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇപ്പോൾ കുട്ടികൾക്കുണ്ട്. അവരെ നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുപ്പകാലം നമുക്കറിയാം എതിർപ്പിൻ്റെ ഒരു കാലഘട്ടമുണ്ട്. അപ്പം ആരെന്നാ പറഞ്ഞു കൊടുത്താലും അതങ്ങനെയല്ല, ഇങ്ങനെയാണെന്ന് സ്വന്തമായി നിലപാടെടുക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർ ഓർക്കുന്നത് ഇങ്ങനെ ആണ്. അല്ല, ജോസേട്ടൻ ഇപ്പോൾ പറഞ്ഞത് വളരെ ഇതിൻ്റെ ഈ വിഷയത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യമാണ്. ഇപ്പോൾ ഇവിടെ ഒരു നടി, സിനിമാ നടിയെ കൊണ്ട് ഉദ്ഘാടനത്തിന് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിൻ്റെ ഭാഗത്ത് മൊറൊക്കെ വെച്ച് കെട്ടി ഇത് കണ്ട് ഭയങ്കര അത്ഭുത വസ്തു പോലെ സ്ത്രീ എന്ന് പറയുന്നത് ഈ ലോകം കണ്ട വലിയൊരു അപ്സരസാണെന്ന് വരത്തക്ക രീതിയിലുള്ള പബ്ലിസിറ്റിയും കൊടുത്തു സ്വർണ്ണക്കടയുടെ ഉദ്ഘാടനം, ജോലിക്കടയുടെ ഉദ്ഘാടനം, ഇതിന് ആയിരങ്ങളെ ആകർഷിക്കത്തക്ക രീതിയിലുള്ള കൃത്രിമ സൗന്ദര്യം ഉണ്ടാക്കുന്ന രീതി ഇത് അനുവർത്തിക്കുന്നു. ഇവിടെ പാവപ്പെട്ടവന്റെ എന്തെങ്കിലും കാര്യത്തിന് ഇവിടുത്തെ മാധ്യമങ്ങൾ വരാറുണ്ടോ? ഇവിടെ അല്ല, ഈ ആളുകളുടെ വസ്ത്രധാരണ രീതിയിൽ തന്നെ ഒത്തിരി കുഴപ്പങ്ങളുണ്ട്. സ്ത്രീ അനാവശ്യമായിട്ട് വസ്ത്രം ധരിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ചൂണ്ടിക്കാണിക്കാൻ രക്ഷാകർത്താവിന് സാധിക്കുന്നില്ല, അധ്യാപകന് സാധിക്കുന്നില്ല? അപ്പോൾ സ്ത്രീക്ക് എന്തോ ആകാം, അല്ലെങ്കിൽ എനിക്ക് ഏത് രീതിയിലുള്ള വസ്ത്രങ്ങളും ധരിക്കാം, പുരുഷനെ ആകർഷിക്കത്തക്ക രീതിയിൽ എൻ്റെ ശരീരഭാഗങ്ങൾ നീ കണ്ടോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ കാമാന്തത്തിലകപ്പെട്ട പുരുഷനും ചിലപ്പോൾ വേണ്ടാത്തത് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ അതൊന്നും അനുവർത്തിക്കത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനം അല്ല നമുക്ക് വേണ്ടത്. പുരുഷൻ തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തണം. അതോടൊപ്പം തന്നെ സ്ത്രീ കാണിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ കാണിക്കാൻ പാടില്ല എന്നുള്ളൊരു ബോധം നമുക്ക് അടിസ്ഥാനപരമായിട്ട് കുടുംബത്തിൽ ലഭിക്കണമെങ്കിൽ ലൈംഗിക വിദ്യാഭ്യാസം കൃത്യമായിട്ട് നമ്മുടെ സ്കൂളുകളിലും വിദ്യാലയ അന്തരീക്ഷത്തിലും നമ്മുടെ ജീവിതത്തിലും അനുവർത്തിച്ചേ പറ്റും. അത് ഇപ്പോൾ അവതാരകൻ പറഞ്ഞു, മൂക്കാതെ പഴുത്തുപോയ ഒരു അവസ്ഥയാണ് ഇവിടുത്തെ യുവതലമുറയ്ക്കുള്ളത്. അത് ഒരു പരിധിവരെ ശരിയാണ്. കാരണം യൂറോപ്യൻ സംസ്കാരം അവരുടെ കൺമുമ്പിലുണ്ട്. അവിടെ സ്ത്രീ സർവതന്ത്ര സ്വതന്ത്രയാണ്. അവൾക്ക് പ്രണയിക്കാം, കുടുംബജീവിതത്തിൽ നിന്ന് അവൾക്ക് കുടുംബജീവിതം ഉപേക്ഷിക്കാം, അവൾക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. കാരണം സ്വന്തമായി പണി ചെയ്ത് അവൾ ജീവിക്കുന്നു. അപ്പോൾ ഈ പുരുഷ മേധാവിത്വം എന്ന് പറയുന്നതൊക്കെ അവിടെ കാലഘട്ടപ്പെട്ടു. പുരുഷൻ അങ്ങനെ ഒരു മേധാവിത്വം അവിടെ ഇല്ല. പുരുഷനും അവിടെ ജീവിക്കുന്നു, സ്ത്രീയും ഒരുപോലെ ജീവിക്കുന്നു. അത് കുറച്ച് ഇവർ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സമൂഹത്തിൻ്റെ കെട്ടുപാടുകൾ, നമ്മുടെ സമൂഹത്തിൻ്റെ ഈ വിടുതൽ പ്രാപിക്കുന്നതിന് മുമ്പുള്ള ഒരു അവസ്ഥയാണ്. ഒന്നും ഒരു സ്വതന്ത്രമായി ജീവിക്കാനുള്ള ഒരു അവസ്ഥ ഇവിടെ ഇല്ല. അതിനുള്ള ഒരു സാഹചര്യം ഇവിടെ ഒരുക്കപ്പെടുന്നില്ല. അങ്ങനെ ജീവിക്കരുത്, ഞങ്ങൾ പറയുന്നത് കേട്ട് ഇങ്ങനെ ഒതുങ്ങി ജീവിക്കണം, ഞങ്ങൾ പറയുന്ന പർദ്ദയൊക്കെ ഇട്ട് ജീവിച്ചു കൊള്ളണം എന്ന് അനുശാസിക്കുന്നതിനെല്ലാം വഴിപ്പെട്ടോണം സ്ത്രീ എന്ന് പറയുന്ന ഒരു വിഭാഗയുടെ ആൾക്കാർ. അങ്ങനെ വഴിപ്പെട്ടില്ലെങ്കിൽ ഇങ്ങനെ പറ്റുമെന്നാണ് പറയുന്നത്. അതൊരു സ്വതന്ത്രരായി ജീവിക്കുന്ന ആണായാലും പെണ്ണായാലും അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് അവരങ്ങനെ നടക്കും. ഇപ്പോൾ വിദേശത്ത് ഈ പറഞ്ഞ വസ്ത്രമൊന്നുമില്ല, അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. ഒരു പാർക്കിലൊക്കെ ചുമ്മാ ഒരു നിസ്സാരമായ വസ്ത്രമൊക്കെ ധരിച്ചാൽ നടക്കുന്നത്. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അത് കണ്ട ഉടനെ ഞങ്ങൾ വഴിതെറ്റി പോയി വരും, നിങ്ങൾ പ്രലോഭിപ്പിക്കും എന്നൊക്കെ പറയുന്നത് എന്താ കാര്യം ഇരിക്കുന്നു? ഇപ്പൊ ഈ കച്ചവടക്കാരന്റെ കാര്യം പറഞ്ഞു ഉദ്ഘാടനത്തിന്, അതാണ് കച്ചവടം. സ്ത്രീയെ കച്ചവടവൽക്കരിക്കുകയാണ്. അവരെ വെച്ചിട്ട് മുതലെടുക്കാനുള്ള ഒരു തന്ത്രമാണ്. അതും മനസ്സിലാക്കാതെ സ്ത്രീ അവിടെ നിന്ന് കൊടുക്കുന്നു, മനസ്സിലാക്കിയിട്ട് നിന്ന് കൊടുക്കുന്നു, അല്ലെ എൻ്റെ ശരീരത്തിന് വിലയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ പ്രതിഫലം വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് കൊടുക്കുന്നു. അപ്പോൾ അത് കാണാനായിട്ടോ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയ്ക്ക് നമ്മൾ പോകുന്നത് എന്തുകൊണ്ടാണ്? അത് നമ്മളുടെ ജനത്തിന്റെ ചപലത. ആ ചപലതയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മുടെ സമൂഹത്തിൽ
ഇപ്പോൾ ഞാൻ പള്ളിക്കൂടത്തിൽ ഞാൻ ബാല്യത്തിൽ ജനിച്ചു. എൻ്റെ അമ്മയുടെ മുലപ്പാൽ കുടിക്കുന്നു. അതിനുശേഷം ഞാൻ വളരുന്നു. കട്ടിയുള്ള ആഹാരങ്ങൾ കഴിക്കുന്നു. ഞാൻ വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിയുന്നു. അങ്ങനെ എൻ്റെ വളർച്ചയിൽ ഞാൻ ചില തിരിച്ചറിവുകളിലേക്ക് പോകുന്നു. ഇത്തരം ഒരു തിരിച്ചറിവ് ലൈംഗിക കാര്യത്തിൽ മറ്റുള്ള ആകർഷണ വലയത്തിൽ അകപ്പെടാതിരിക്കാനുള്ള ഒരു ബോധം എൻ്റെ ഉള്ളിൽ ജനിക്കാൻ വേണ്ടി നമുക്ക് ഏത് രീതിയിലുള്ള ഒരു മാതൃക നമുക്ക് ഈ സമൂഹത്തിൽ കാണിച്ചു കൊടുക്കാൻ പറ്റും? അത് ഇപ്പോൾ നമ്മളുടെ പെൺകുട്ടികളിൽ കുറേ പേര് അത് ചെയ്യുന്നുണ്ട്. അവർ സ്വതന്ത്രരായി ജീവിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സ്വതന്ത്രരാകുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എവിടെയൊക്കെയാണോ ചങ്ങലയിടുന്നത്, ഈ മതത്തിൻ്റെ ചങ്ങലയുണ്ട്, രാഷ്ട്രീയത്തിൻ്റെ ചങ്ങലയുണ്ട്, സർക്കാർ നിയമങ്ങളുടെ ചങ്ങലയുണ്ട്. അങ്ങനെ ഈ ചുമ്മാ വെറുതെ അനുവർത്തിക്കുന്ന നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്ന ഒരു ചങ്ങലയുണ്ട്. ഈ ചങ്ങലയിലൊന്നും ഇതുകൊണ്ടൊക്കെ ഇതെല്ലാം പെട്ട് വഴങ്ങാതെ അവർ സ്വന്തമായ ഒരു ജീവിതത്തിലേക്ക് പോകുന്നുണ്ട്. അവർ അന്നേരം ഈ കുടുംബത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോകുക. കുടുംബജീവിതമൊക്കെ കാലഹരണപ്പെട്ടെന്ന് വിശ്വസിക്കുന്നവരാണ് ആ കുട്ടികൾ. അപ്പം ഇപ്പം ഈ പറഞ്ഞ പ്രണയത്തിൽപ്പെട്ടു പോകുന്ന കുട്ടികൾ ഒരു പക്ഷേ ചതിക്കപ്പെടുന്നതാകാനാണ് സാധ്യത. അവൻ അങ്ങനെ ചെയ്യുമെന്ന് അവർ വിചാരിക്കുന്നില്ല. എന്നെ സ്നേഹിക്കുകയാണല്ലോ, അപ്പോൾ സ്നേഹിക്കുന്ന ഒരാൾ എന്നെ കൊല്ലുമോ എന്ന് വിചാരിക്കാതെ ചെന്ന് പോകുന്നതാണ്. സ്വതന്ത്രമായിട്ട് ജീവിക്കാമല്ലോ എന്നുള്ളത് ആ യൂറോപ്യൻ കൾച്ചറും അവരെ അതുകൊണ്ട് ഞാൻ രാത്രി പോയാൽ എന്താ കുഴപ്പം, ഒരു എന്നെ സ്നേഹിക്കുന്ന കാമുകൻ്റെ കൂടെ ഞാൻ ബൈക്കിൽ രാത്രി പോയാൽ എന്താണ് കുഴപ്പം എന്ന് ആ കുട്ടി വിശ്വസിക്കുന്നുണ്ട്. അത് ചെയ്യാമല്ലോ, അതിനെന്താണ് കുഴപ്പം, അങ്ങനെ ചെയ്യാം. പക്ഷേ ഇതിൻ്റെ പുറകിൽ ചതിക്കപ്പെടുന്ന അല്ലെങ്കിൽ ചതിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു ആൺ മനസ്സ് ഈ സമൂഹത്തിൽ എപ്പോഴും ഉണ്ട്. അത് മാറ്റാൻ നമ്മുടെ ഇപ്പോഴത്തെ സംസ്കാരത്തിനൊന്നും സാധിക്കുന്നില്ല. അപ്പോൾ ഇതിന് വളം വെച്ച് കൊടുക്കുന്ന ഒരു ഈ സംവിധാനം നമ്മുടെ നവമാധ്യമങ്ങൾ കൊണ്ടുതന്നെ ഇതൊക്കെയാണ് ഇതിനകത്ത് അവസ്ഥ. എനിക്ക് തോന്നുന്നു ഇത് ഇപ്പം ജോസേട്ടൻ പറഞ്ഞ ഇങ്ങനെ നവസംസ്കാരം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ സംസ്കാരത്തിന് മാറ്റം വേണം. മാറ്റം അനിവാര്യമാണ്. ആ ചിന്ത എവിടെ നിന്ന് ഉണ്ടാവണം? നമ്മുടെ പാരമ്പര്യമായിട്ട് യൂറോപ്യൻ സംസ്കാരത്തെ പറ്റി പറഞ്ഞു, അവിടെ ഒന്നും മൂടി വെക്കപ്പെടുന്നില്ല. ഇവിടെ പലതും മൂടി വെക്കുകയാണ്. ഇത് തുറന്നു നോക്കുന്നതോടുകൂടി നമ്മുടെ സംസ്കാരം വളരുമോ? ഇല്ല. പക്ഷേ അത് വളർത്തണമെങ്കിൽ നമ്മുടെ രക്ഷകർത്താക്കൾ, നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ, നമ്മുടെ സാമൂഹ്യ പ്രവർത്തകർ, നമ്മുടെ സാഹിത്യ പ്രവർത്തകർ, സർവോപരി മനുഷ്യൻ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു എന്ന് സ്ത്രീകളുടെ ഈ മരണ വാർത്തകൾ വായിക്കുമ്പോൾ, കൊലപാതക വാർത്തകൾ വായിക്കുമ്പോൾ തോന്നിപ്പോവുകയാണ്.